ചേട്ടന് തോന്നിയിട്ടുണ്ടോ എന്താണ് ഇഷ്ടത്തിന് കാരണം? അങ്ങനെ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും എന്നെ വിളിക്കണമല്ലോ. ദൃശ്യം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാനും അതിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴേ അദ്ദേഹം വിളിക്കണം. ഞാൻ ജിത്തു ജോസഫ് എന്നൊരു ഫിലിം മേക്കറെ മനസ്സിലാക്കിയിട്ടുള്ളത് ആവശ്യമില്ലാതെ ഒന്ന് ഫോൺ ചെയ്യുന്നതോ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പോയിട്ട് സംസാരിക്കുന്നോ അദ്ദേഹത്തെ പോയി കാണുന്നോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അത് എനിക്കിപ്പോഴല്ല, പണ്ട് മുതൽ അറിയാവുന്ന മൈബോസ് കഴിഞ്ഞ് മൈബോസിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷവും നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുന്ന സംസാരിച്ചേക്കണം എന്നാലും വേഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മൈബോസ് കഴിഞ്ഞ് അടുപ്പിച്ച് വിളിച്ചപ്പം ജിത്തു തന്നെ എന്നോട് പറഞ്ഞു, ഷാജോനെ ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ, എന്റെ സിനിമയിൽ ഷാജോണിന് പറ്റുന്നൊരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ഷാജോണിനെ വിളിച്ചിരിക്കും, അത് ഷാജോൻ എന്നെ വിളിച്ചാലേ ശരി, വിളിച്ചില്ലെങ്കിൽ ശരി. അപ്പം നമുക്ക് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിനുശേഷമാണ് ഞാൻ പോലും ആഗ്രഹിക്കുക അദ്ദേഹത്തിന്റെ ദൃശ്യത്തിലോട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ദൃശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഷാജോണിന് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഷാജോണിനെ തന്നെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രത്യേക ഇഷ്ടത്തിന്റെ പുറത്തല്ല വരുന്നത്. ഇത് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് ജിത്തു ജോസഫിനെ പോലെ അല്ലെങ്കിൽ പോത്തനെ എഴുതിക്കൊണ്ട് പറയല്ല, പോത്തനെ പോലെ ഞാൻ പോത്തനോട് പറഞ്ഞിട്ടുണ്ട്, പോത്ത ഞാനൊരു അവസരം ചോദിച്ചു പോത്തന്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്നെങ്കിലും എന്റെ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കണം കേട്ടോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എപ്പോഴും ഞാൻ പോത്തനെ കാണുമ്പോൾ സുഖമാണോ എന്നാണ് വിശേഷം എന്ന് പറഞ്ഞ് ചെയ്തിട്ട് അടുത്ത പടത്തിൽ ഷാജോൺ നായകൻ കേട്ടോ, ഒരിക്കലും പോത്തൻ അങ്ങനെ തീരുമാനിക്കില്ല. അവരുടെ സിനിമകളിൽ നമുക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ നമുക്ക് ഷാജോണിനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാം. ഇവരെ പോലുള്ള പോത്തനെ പോലെ ജിത്തു ജോസഫ് അതുപോലുള്ള കഴിവുകൾ തെളിയിച്ചിപ്പോഴും നല്ല നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ.